ഹലോ ഹായ് ഹായ്. അപ്പം ഇന്ന് ഞങ്ങൾ വെറുതെ ഒരു ഗേൾസ് ഡേ ഔട്ട് പ്ലാൻ ചെയ്യുവാണ്. ഡേ ഔട്ട് അല്ല, ഈവനിങ് ആയി. അപ്പോൾ ചാക്കോച്ചീനെ അച്ചാടെടുത്താക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇതേ പുറത്തോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ ഇവാനിക്ക് ഹൈലൈറ്റർ മേടിക്കണം, അതാണ് ഉദ്ദേശം അല്ലേ? ചാക്കോച്ചിക്ക് പോട്ടിയും അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ട്. എനിവേ അപ്പോൾ എന്തായാലും പോയി നോക്കാം. നടന്നു പോകുന്നത് കൊണ്ട് തന്നെ മെയിൻ റോഡിലൂടെയല്ല പോയത്, ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലൂടെയുള്ള വഴി കൂടാണ് പോയത്. 5 മണിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയതെങ്കിലും ചൂടിന് വലിയ കുറവൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 5 to 10 minutes അതിനുള്ളിൽ തന്നെ നമുക്ക് എത്തി കേട്ടോ. ഇതാണ് ഫുട് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തെത്തുന്നത് സഫാരിയിലേക്കാണ്. അങ്ങോട്ട് പോയപ്പോഴേക്കും ഈ ലിഫ്റ്റ് എടുത്തിട്ടാണ് മേളിലെത്തിയത്. മേളിൽ നിന്നുള്ള ഒരു കാഴ്ച ഒരു അടിപൊളിയാട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്രിഡ്ജ് നേരെ കണക്ട് ചെയ്യുന്നത് സഫാരിയുടെ ഫ്ലോറിലേക്കാണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്കൊന്നും പോയില്ല. കാരണം ഒരു 3-4 വർഷത്തിൻ്റെ മേലെയായിട്ട് സഫാരി ഓൺലൈനാണ് ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നത്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനും ചുമ്മാ ഒന്ന് മേടിക്കാൻ അല്ലെങ്കിൽ തന്നെയും ഒന്ന് മോളിൽ കൂടെ ഒന്ന് കറങ്ങി നടക്കുന്നത് ഒരു രസമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഓരോ സ്ഥലം തപ്പി പോയിട്ട് നോക്കിയിട്ട് വലിയ കിട്ടിയില്ല. അപ്പോൾ ഇനി ഞാൻ ഓൺലൈനിലൂടെ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ വന്ന് വാങ്ങാമെന്ന് വെച്ചു. പിന്നെ പെട്ടെന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. രണ്ടുപേരും ഹൈലൈറ്റേഴ്സും, ജോനെ ഒരു വൈറ്റ്നർ എടുത്തതിന് ഇവാനൊരു ഡയറിയും കൂടെ എടുത്തു. പിന്നെ ഞാൻ 2 സ്റ്റീലിൻ്റെ ഒരു സ്മോൾ ടിഫിൻ ബോക്സും കൂടെ എടുത്തിട്ടുണ്ട്, അത് സ്നാക്സ് കൊടുത്തു വിടാനായിട്ട്. പിന്നെ നമ്മൾ അധികം ഒന്നും കറങ്ങി നിന്നില്ല, കാരണം അധികം ടൈമില്ല. അവൻ എനി ടൈം എഴുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇനി തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും ലിഫ്റ്റ് വഴിയല്ല, ബ്രിഡ്ജ് വഴി തന്നെയാണ് ഇറങ്ങി വന്നത്. വലിയ പർച്ചേസിംഗ് ഒന്നും അല്ലായിരുന്നു, വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. എങ്കിലും പിള്ളേർക്ക് എന്തായാലും അവർ ഹാപ്പിയായി. അവരുടെ ഒരു ഈവനിങ് ചെറിയ രീതിയിലൊന്ന് സ്പെൻഡ് ചെയ്യാൻ ഒരു മാക്സിമം 1 hour എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. എന്തായാലും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. തിരിച്ച് നടന്നെത്തിയപ്പോഴേക്കും അത്യാവശ്യം എല്ലാവരും ടയേർഡായി, ചൂടുമൊക്കെ കൊണ്ട്. അപ്പോൾ അകത്ത് കയറി AC-യിലേക്ക് വന്നപ്പോഴേക്കും ഉള്ളൊരു റിയാക്ഷനാണ് ഈ കാണിക്കുന്നത്. അതൊക്കെ ചുമന്ന് ബ്ലഷ് ആണെന്നൊക്കെ പറഞ്ഞൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ വിയർപ്പായിട്ടൊന്നും കാണാനില്ല, ചൂടാണ് അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.